ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഞങ്ങൾ 6 പേരുടെ ജോർജിയയിലൂടെയുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കുത്തേസിൽ നിന്നും മാർട്യൂവിൽ എന്ന് പറയുന്ന ജോർജിയയിലെ മനോഹരമായ ഒരു പ്രദേശത്തേക്കാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിയിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഇറങ്ങിയ സമയത്താണ് ഈ ഒരു പുള്ളിക്കാരൻ ആ കടയുടെ മുന്നിൽ പാട്ടിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നും ചിന്തിച്ചില്ല, ഞാനും ആളുടെ കൂടെ ഒന്ന് കൂടിക്കൊടുത്തു. ജോർജിയയിൽ ഇപ്പോൾ അതികഠിനമായ മഞ്ഞുവീഴ്ചയായതിനാൽ മാർട്യൂവിലെ ക്യാനിയൻ അടച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് തൊട്ടടുത്തുള്ള ഡെസ്റ്റിനേഷൻസ് ആണ്. അവിടെ ഒരു പബ്ലിക് പാർക്കിങ്ങിൽ കാറ് പാർക്ക് ചെയ്ത് ഒരു 4x4 കാർ എടുത്തിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. കാരണം പോകുന്ന വഴി എന്ന് പറയുന്നത് കംപ്ലീറ്റ് മഞ്ഞ് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മളൊരു 4x4 കാർ എടുത്തു. നമ്മുടെ ഡ്രൈവർ എന്ന് പറയുന്നത് പ്രായമായിട്ടുള്ള ഒരാളാണ്. റോഡിൽ മുഴുവൻ മഞ്ഞ് വീണ് കിടക്കുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലൂടെയാണ് ആദ്യ ഡെസ്റ്റിനേഷനായ കാഗു വാട്ടർഫാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കൊടും തണുപ്പിലും പശുക്കൾ റോട്ടിൽ മേഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു 15 മിനിറ്റോളം യാത്ര ചെയ്ത് ഈ പുഴയും കടന്ന് ഒരു 5 മിനിറ്റോളം നടന്നിട്ട് വേണം കാഗു വാട്ടർഫാളിലേക്ക് എത്താൻ. അബാഷ എന്ന ഈ നദി ഒഴുകുന്നത് ബാൾഡ എന്ന ഈ ഒരു കൊച്ചു ഗ്രാമത്തിലൂടെയാണ്. 66 കിലോമീറ്റർ നീളമുള്ള ഈ നദിയിലേക്കുള്ള വെള്ളം വരുന്നത് മഞ്ഞുരുകിയിട്ടാണ്. ചുറ്റും വെള്ള നിറത്തിലുള്ള മഞ്ഞു മാത്രമുള്ള വല്ലാത്തൊരു ലോകം. മഞ്ഞില് കുത്തിമറിഞ്ഞും അതെടുത്തെറിഞ്ഞും നടന്ന് അവസാനം ഒരു വെള്ളച്ചാട്ടത്തിനരികിൽ. ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കണ്ടാൽ നമുക്കിത് അത്ര വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ ഭയങ്കര ഭംഗിയുള്ള ഒരു വെള്ളച്ചാട്ടം. തണുപ്പിന്റെ കാഠിന്യം കൂടി വരുന്നത് കൊണ്ട് കൂടുതൽ സമയം അവിടെ നിൽക്കാനാവില്ല എന്ന് മനസ്സിലായി. ചെറിയൊരു കടയുണ്ട് തൊട്ടടുത്ത്. അവിടുന്ന് ആ തണുപ്പിൽ ഒരു ചൂട് കോഫി കുടി. ഞങ്ങൾക്ക് മുൻപെത്തിയ ആരോ നിർമ്മിച്ചു വെച്ച ഒരു സ്നോമാൻ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒരുപാട് ഫോട്ടോസും വീഡിയോ. തിരിച്ചു പോകുന്ന വഴിയിൽ ഈ ഒരു പാലത്തിൽ നിന്ന് താഴോട്ട് നോക്കുന്ന സമയത്ത് ഒരു കാനിയൻ ഒഴുകുന്നത് കാണാം. നേരത്തെ കണ്ട പുഴ ഒഴുകി വരുന്നത് തന്നെയാണ്. ഇവിടെ നിന്ന് മഞ്ഞുകട്ടകൾ എടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് ഇടുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ളൊരു ശബ്ദം കേൾക്കാം. ഈ ഒരു പെണ്ണ് ഭയങ്കര ലുൽമും ഈ ഒരു ചെക്കൻ ഭയങ്കര റൊമാൻറ്റിക്കും. അവസാനം ഈ ഒരു റിസർവോയറും കണ്ട് മാർട്യൂവിലോട് ഞങ്ങൾ യാത്ര പറഞ്ഞു. നാളെ ഉഷ്കുളി മെസ്റ്റയിലേക്കാണ്. വിന്റർ ആയതിനാൽ നേരത്തെ ഇരുട്ടാകുന്നുണ്ട്. ഇന്ന് രാത്രി ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ താമസിക്കണം.